ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC എക്സാമിന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നും വരുന്നത് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നാണ്. ഇന്ന് കോർ സബ്ജക്റ്റിനോട് തന്നെ കിടപിടിക്കുന്ന അത്ര ലെവലിലേക്ക് മാറിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെയാണ് എക്സാമിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷനിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എന്താണോ നമ്മൾ പഠിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ പഠിച്ചു പോകുന്നു എന്നത് മാത്രമാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. ചിലപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേർഡ്സും നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള ഒരു വാക്കുകളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ തന്നെ പുതിയ പുതിയ നിയമനങ്ങളാണെങ്കിലും നമ്മൾ എന്താണ് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കീറാമുട്ടിയായിട്ട് പ്രഖ്യാപിച്ച് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത്. ഇന്ന് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ LD നിലവാരത്തിലുള്ള എക്സാമുകളിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്നും 18 മാർക്ക് വാങ്ങിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കഴിഞ്ഞ കൊല്ലം LDC അല്ലെങ്കിൽ കണ്ണൂർ LDCയിൽ നിങ്ങൾ കണ്ട ചോദ്യമാണിത്. 31ാമത്തെ ചോദ്യമായിരുന്നു. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക കുറ്റ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന. രണ്ടാമത്തെ, ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വന്നത് ചിലപ്പോൾ ഈ രണ്ടാമത്തെ ഒരു സെഷൻ ആയിരിക്കും. അടുത്തത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വരുന്ന എക്സാമിൽ നമുക്ക് ഉറപ്പായിട്ടും എന്താണ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആരാന്നുള്ളത് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഹെഡ് ഓഫ് ആംഡ് ഫോഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. ഓക്കെ, ഇനി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ആരാന്ന് ചോദിച്ചാൽ അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാന്ന് ചോദിച്ചാൽ എയർ മാർഷൽ VR ചൗധരി ആണ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. ആരാണ്? VR ചൗധരി. എയർ മാർഷൽ VR ചൗധരി ആണ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. ഇനി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ആണ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ദിനേശ് കുമാർ ത്രിപാഠി. ഇത്രയാണ് നമുക്ക് ഹെഡ് ഓഫ് ആംഡ് ഫോഴ്സിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളും ഉറപ്പായിട്ടും ഈ പറയുന്ന ആംഡ് ഫോഴ്സിൽ പഠിച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പവർ എന്ന് പറയുന്നത് സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആണ്. ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ VR ചൗധരി ആണ്. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. അടുത്തത് ഹെഡ് ഓഫ് പാർലമെന്ററി ഫോഴ്സസ് ആണ്. ഓക്കെ, ഡയറക്ടർ ജനറൽ ഓഫ് CRPF ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ് ദയാൽ സിംഗ് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് CRPF. ഡയറക്ടർ ജനറൽ ഓഫ് CISF ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈന സിൻഹ ആണ് ഡയറക്ടർ ജനറൽ ഓഫ് CISF. ആണ്. ഡയറക്ടർ ജനറൽ BSF ആരാന്ന് ചോദിച്ചാൽ നിതിൻ അഗർവാൾ. ഇനി ഡയറക്ടർ ജനറൽ ഓഫ് ITBP ആരാന്ന് ചോദിച്ചാൽ രാഹുൽ റസ്ഗോത്ര. ഡയറക്ടർ ജനറൽ ഓഫ് NSG ആരാന്ന് ചോദിച്ചാൽ നളിൻ പ്രഭാത്. ഓക്കെ, ഇനി അടുത്തത് ഡയറക്ടർ ജനറൽ ICG ആരാന്ന് ചോദിച്ചാൽ രാകേഷ് പോൾ ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് RPF ആണ് മനോജ് യദുവേദ. ഓക്കെ, അപ്പോൾ മനോജ് യദുവെ ആണ് എന്തെന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് RPF മനോജ് യാദുവ. ഓക്കെ, ഒന്ന് ഓർത്തു വെച്ചോ. അടുത്തത് ഹെഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ആണ്. CBIയുടെ ആണെങ്കിൽ പ്രവീൺ സൂഡാണ് CBIയുടെ. IBയുടെ ആണെങ്കിൽ താപൻ കുമാർ ദേഖെ ആണ് IBയുടെ. ഇനി റോയുടെ ആരാന്ന് ചോദിച്ചാൽ റവി സിൻഹ. ഇനി NIAയുടെ ആണെങ്കിൽ
സദാനന്ദ് വസന്ത് ഡേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് NIA. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇനി ഹെഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ് ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജഗദീപ് ധൻകർ ആണ്. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ആണ്. ചെയർമാൻ നീതി ആയോഗ് നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർപേഴ്സൺ നീതി ആയോഗ് സുമൻ ബെറി ആണ്. വൈസ് ചെയർപേഴ്സൺ നീതി ആയോഗ് സുമൻ ബെറി. CEO നീതി ആയോഗ് ആരാന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യമാണ്. കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് ചോദിച്ചേണ്ട നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവന. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നീതി ആയോഗ് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. CEO നീതി ആയോഗ് BVR സുബ്രഹ്മണ്യം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് DY ചന്ദ്രചൂഡ് അച്ഛനും മകനുമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് DY ചന്ദ്രചൂഡും നിലവിൽ വന്നിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് 50ാമത്തെയാണ് DY ചന്ദ്രചൂഡ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് വെങ്കിട രാമണി. ഓക്കെ, വെങ്കിട രാമണിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ AG. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശക്തികാന്ത ദാസ് ആണ്. ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശക്തികാന്ത ദാസ്. ഇനി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഹെഡ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള. ഇതിൻ്റെ ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുള്ളതും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഈ NIA CBI അതേപോലെ IB ഇതൊക്കെ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതായത് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചു, അതിനുശേഷം വീണ്ടും എന്തിലേക്ക് വന്നു? കൊല്ലം കണ്ണൂർ വന്നപ്പോൾ അവിടെയും വീണ്ടും എന്ത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വീണ്ടും സെയിം അങ്ങനെ തന്നെ തിരിച്ചു ചോദിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതായത് ഓപ്ഷൻസ് വെച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം നമ്മൾ പറഞ്ഞ് ചെയ്തു പോയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒത്തിരി മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഒന്നും സംശയിക്കേണ്ട, ആരാണ്? രേഖ ശർമ്മയാണ്. ഓക്കെ, അപ്പോൾ രേഖ ശർമ്മയാണ് എന്ത് 2024 നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയാണ്. എത്രാമത്തെ ആളാണ് രേഖ ശർമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖ ശർമ്മ എന്ന് പറയുന്നത്. 8ാമത്തെ ആളാണ് രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാ ചോദിച്ചാൽ 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ജയന്തി പട്നായിക്. ചിലപ്പോൾ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കയറി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. അതേപോലെ തന്നെ എന്താണ് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാന്ന് ചോദിച്ചാൽ അത് ജയന്തി പട്നായിക് ആണ്. 8ാമത്തെ ആളാണ് രേഖ ശർമ്മ, ഇപ്പോഴത്തെ 2024 ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ജയന്തി പട്നായിക്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, അപ്പോൾ മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രിയ എസിനാണ്. പ്രിയ AS എന്ത് ലഭിച്ചത്? മലയാള വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം. Priya AS is an Indian writer of Malayalam literature. She writes short stories, children literature, translation and memories. She has translated Arundhati Roy's The God of Small Things into Malayalam under the title Kunju Karyangalude Udaya Tamburan, of which Roy herself has said that although they have been translated in several languages, no other translation is important to hear as this it is all language of novel central characters. Okay, അപ്പോൾ ശരിക്കും നമ്മൾ ഈ പറയുന്ന പ്രിയ AS എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ റൈറ്റർ അല്ലെങ്കിൽ മലയാളം ലിറ്ററേച്ചറിലെ ഇത്രയും പ്രഗത്ഭയായിട്ടുള്ള ആ ഒരു
ആളെക്കുറിച്ച് അറിയുന്നത് ആരുടെ കൃതിയിലൂടെയാണ്? അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന കൃതി. അത് എന്താണ്? കുഞ്ഞു കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രിയ AS എന്ന് പറയുന്ന ആളെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത്. ഓക്കെ, അപ്പോൾ മലയാളം ലിറ്ററേച്ചറിൽ അത്രത്തോളം എന്താണ് കുട്ടികളുടെ സാഹിത്യവും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ, അതേപോലെ തന്നെ കഥകള്, ഓർമ്മക്കുറിപ്പുകൾ, ഇതൊക്കെയാണ് ഈ പറയുന്ന പ്രിയ ASന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പറയാം ഈ കുഞ്ഞു കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ എന്ന് പറയുന്നത് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതാണ് പ്രിയ AS എന്ന് പറയുന്ന ആൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ഈ പറയുന്ന 2023 അതായത് നമ്മുടെ ബാലസാഹിത്യ പുരസ്കാരം 2023 കിട്ടിയ നോവൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറയുന്ന ആ ഒരു നോവലിലാണ് ഈ പറയുന്ന പ്രിയ ASന് എന്ത് കിട്ടിയത്? 2023 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം. ഓക്കെ, അപ്പോൾ സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം 2023 ഏത് നോവലിലാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ ഇനി PSC ചോദിക്കാം, താഴെ പറയുന്നവയിൽ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? പ്രിയ ASന്റെ കൃതിയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം അതായത് ചന്ദ്രയാനെ കുറിച്ചാണ്. ഇന്ന് PSC എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് തഴമ്പിച്ച ഒരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത് ചന്ദ്രയാൻ അല്ലെങ്കിൽ ചന്ദ്രയാൻ 3. ഓക്കെ, അത്ര തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അതായത് ശാസ്ത്ര പര്യവേഷണം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണം. ഏത് നിങ്ങളൊരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ കാണുന്ന ഒന്നാമത്തെ ചോദ്യം തന്നെ ഏതാണ്? ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ടതാണ്. ദേ കിടക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ എന്ന് പറയുന്നത്? നമുക്കറിയാം പ്രഗ്യാനാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ഇനിയും വരാനുള്ള ചാൻസ് വളരെയേറെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ചന്ദ്രയാൻ 3. 3ാമത്തെ എന്താണ്? ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്. വിക്ഷേപണ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനമാണ് LV-M3 അല്ലെങ്കിൽ M4 എന്ന് പറയുന്ന വാഹനത്തിലാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. ലിക്വിഡ് ഹൈഡ്രജൻ ആണ് ഇന്ധനമായി ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജൻ ആണ് ഇതിൻ്റെ അകത്ത് എന്തായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ വെരി വെരി ഇമ്പോർട്ടന്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഇനിയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ് പ്രൊജക്ട് ഡയറക്ടർ? P വീരമുത്തുവേലാണ് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മോഹനകുമാർ ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്, മോഹനകുമാർ. ചന്ദ്രയാൻ 3 എന്താണ് നിലവിൽ എന്താണ് വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റ് 23 ഇത് എന്ത് ചെയ്തത്? കറക്റ്റ് ആയിട്ട് സേഫ് ലാൻഡ്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ എന്നാണ്? 2023 ഓഗസ്റ്റ് 23 എന്ത് ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എന്താണ് വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത്. ചന്ദ്രയാൻ 3ന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാ ചോദിച്ചാൽ ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എത്തിയത് 2023 ഓഗസ്റ്റ് 5. ഇനി ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന്? ശിവശക്തി പോയിന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നതാണ് ശിവശക്തി പോയിന്റ്. ഇനി ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെടുന്നതാണ് തിരങ്ക. ഓക്കെ, അപ്പൊ തിരങ്ക എന്ന് പറയുന്നതാണ് എന്ത്? ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ തകർന്നു വീണ സ്ഥലമാണ് തിരങ്ക. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി എന്ത് ചെയ്യുക? പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക. ഇനി ചാന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം, അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ ചാന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയമായി പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രനില താപനില വ്യതിയാനത്തെക്കുറിച്ച്, ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന
പേലോഡാണ് ചാസ്തി എന്ന് പറയുന്നത്. അതായത് ചാന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ചാസ്തി. ഓക്കെ, അപ്പൊ അതായത് ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന പേലോഡിന് പറയുന്ന പേരാണ് ചാസ്തി എന്ന് പറയുന്നത്. ഇനി ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രയാൻ 3ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക, അതായത് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യിപ്പിക്കുക. പിന്നെന്താണ്? ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം, അതേപോലെ തന്നെ ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക, ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന പേലോഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ചാസ്തി എന്ന് പറയുന്നത് ചാന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും താപനില എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എന്ത് ചെയ്തു? വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ദിവസമാണ് 2023 എന്ത്? ഓഗസ്റ്റ് 23. അന്നാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് മക്കളെ? അന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ എന്ത്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാനായി തുടങ്ങുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയായ ക്രിസ്പർ Cas9 ഏത് മേഖലയിലെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്? നമുക്കറിയാം ഇന്ന് എന്താണ് ജനിതക എഡിറ്റിംഗ് അല്ലെങ്കിൽ ജനിതക എഞ്ചിനീയറിംഗ് ഒക്കെയായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നവമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ജനിതക എഡിറ്റിംഗ് അല്ലെങ്കിൽ ക്രിസ്പർ Cas9 എന്ന് പറയുന്ന മേഖല ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതെന്ന് ചോദിച്ചാൽ കൃഷി, കൃത്രിമ ബുദ്ധി, ക്യാൻസർ ചികിത്സ, ഇവയെല്ലാം. ഓക്കെ, എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നുണ്ട് ക്രിസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറേ ചോദ്യങ്ങളെല്ലാം എന്താണ്? എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ശരി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റായത് ഏതാന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എല്ലാം ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് നിലവിൽ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, എന്താണ് ക്രിസ്പർ എന്ന് പറയാം. അവസാനം നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താണ് ഷോർട്ട് കട്ട് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. ഓക്കെ, എന്താണ് ക്രിസ്പർ എന്ന് പറയുന്നത്? ബാക്ടീരിയ, ആർക്കിയ തുടങ്ങിയ പ്രോക്യാരിയോട്ടുകളുടെ ജീനോമുകളിൽ ആവർത്തന സ്വഭാവമുള്ള DNA ശ്രേണികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിസ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയ, ആർക്കിയ തുടങ്ങിയ പ്രോക്യാരിയോട്ടുകളുടെ ജീനോമുകളിൽ ആവർത്തന സ്വഭാവമുള്ള DNA ശ്രേണികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിസ്പർ എന്ന് പറയുന്നത്. അതായത് കസ്റ്റേർഡ് റെഗുലർലി ഇൻസ്പേസ്ഡ് ഷോർട്ട് പാലിഡ്രോമിക് റിപ്പീറ്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്പർ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേഡ് ഷോർട്ട് പാലിഡ്രോമിക് റിപ്പീറ്റഡ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഭയങ്കര പാടാണ് ഈ സംഭവം പറയാനൊക്കെ. അപ്പൊ എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ നോട്ട് കിട്ടി കഴിയുമ്പോൾ ഒന്നുകൂടി നോക്കിക്കോ. അപ്പൊ എന്താണ്, ഞാനിത് 2-3 പ്രാവശ്യം പറഞ്ഞതാണ്, എന്നിട്ടും എന്ത് ചെയ്യാണ്? നമ്മൾ സ്ലിപ്പായി പോവാണ്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇന്നത്തെ എന്താണ് ജീൻ എഡിറ്റിംഗ് രംഗത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ക്രിസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്പറിനെ കുറിച്ച് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഈ പറയുന്ന ക്രിസ്പറിന്റെ താഴെ പറയുന്നവയിൽ എന്താണ് ഫുൾ ഫോം തന്നിട്ട് അതിൻ്റെ അകത്ത് ശരിയായവ തിരഞ്ഞെടുക്കുക. നമ്മൾ കണ്ടേക്കുന്നതാണ് എന്ത്? അതായത് നീതി ആയോഗ് തന്നിട്ട് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത് താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ ക്രിസ്പർ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം ആണ് ഈ പറഞ്ഞത്. ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേഡ് ഷോർട്ട് പാലിഡ്രോമിക് റിപ്പീറ്റ്സ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ജീൻ എഡിറ്റിംഗ് രംഗത്തെ അത്ഭുതമാണ് എന്തെന്ന് പറയുന്നത്? ക്രിസ്പർ എന്ന് പറയുന്നത്. ജീൻ എഡിറ്റിംഗ് നടത്തുമ്പോൾ മുൻകാലങ്ങളിൽ പ്രോകാരിയോട്ടുകളിൽ അവയെ ബാധിച്ച വൈറസുകളുടെ DNA അംശം കാണപ്പെടുന്നു. ഈ DNA ഉപയോഗിച്ച് സമാന വൈറസുകളുടെ DNA ശ്രേണി തിരിച്ചറിയാനും നശിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു.
അതുകൊണ്ടാണ് ബാക്ടീരിയയുടെ ആക്രമണത്തിന്റെ പ്രതിരോധത്തിനായി ജീൻ എഡിറ്റിംഗ് മുഖ്യമായ പങ്കുവഹിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്രിസ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിസ്പർ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ എന്താണ് അതായത് ജനിതക എഡിറ്റിങ്ങിന്റെ എന്താണ് അത്ഭുതമാണ് എന്തെന്ന് പറയുന്നത് ക്രിസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്നുള്ളതും അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതും അതേപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം ദേ കിടക്കുന്നു നീതി ആയോഗ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞോളൂ, അതായത് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് നിലവിൽ പറയുന്നത്. അപ്പോൾ നീതി ആയോഗ് എന്തായാലും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും 100% ചോദിക്കുന്ന ഒരു ചോദ്യം നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്ന വർഷമാണ് 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് 2015 ജനുവരി 1. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2015 ജനുവരി 1. നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. ഇത് ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2017 ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അതായത് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അന്ന് ചോദിച്ച ചോദ്യമാണിത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നതും ആര് തന്നെയാ? പ്രധാനമന്ത്രി തന്നെയാണ്. അതായത് നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരൊക്കെ നിയമിക്കുന്ന ആരാ? നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. താൽക്കാലിക അംഗങ്ങളെ നിയമിക്കുന്നതും പ്രധാന സർവകലാശാലകളിലും അതേപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് എന്ത് താൽക്കാലിക അംഗങ്ങളായിട്ടും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ഘടന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 അധ്യക്ഷൻ, 2 എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള മുഖ്യമന്ത്രിമാർ, എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ, അതേപോലെ തന്നെ ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, അതേപോലെ തന്നെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഘടന എന്ന് പറയുന്നത്. 1ാമത്തെ അധ്യക്ഷൻ, 2ാമത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, 3ാമത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, 4ാമത്തെയാണ് ഉപാധ്യക്ഷൻ, 5ാമത്തെ സ്ഥിരം അംഗങ്ങൾ, 6ാമത്തെ അനൗദ്യോഗിക അംഗങ്ങൾ 4 പേരാണ്. ഇനി സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്താണ് ഒരാളുണ്ട് 6ാമത്തെ, 7ാമത്തെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം എത്ര പേരാണ്? 8 പേരാണ് നിലവിൽ നീതി ആയോഗിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുൻഗണന നൽകേണ്ട ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം. ഓക്കെ, അപ്പോൾ എന്താണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ലക്ഷ്യത്തിൽ പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻഗണന നൽകിക്കൊണ്ട് ദേശീയ വികസന ലക്ഷ്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണം നിലനിർത്തിക്കൊണ്ട് വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരം. അടുത്തത് കരുത്തുള്ള സംസ്ഥാനങ്ങളിൽ കരുത്തുള്ള രാജ്യം സൃഷ്ടിക്കുന്ന സങ്കല്പത്തോടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. അടുത്തത് ഗ്രാമീണ തലത്തിൽ ഫലപ്രദമായ വികസന മാർഗരേഖകൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക. അടുത്തത് പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ രാജ്യഭദ്രതയ്ക്ക് സഹായകമായ വിധത്തിൽ നടപ്പാക്കുക. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഘടന എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മളൊരു ചോദ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ എന്താണ് ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. നീതി ആയോഗിന്റെ ചെയർമാനാണ്, അതേപോലെ തന്നെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാന്നുള്ളത്, അതേപോലെ തന്നെ എന്താണ് നീതി ആയോഗിന്റെ CEO ആരാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചെയർമാൻ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ആരാ? നരേന്ദ്രമോദിയാണ്. ഇനി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആരാ? അത് ആരാണ്? വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ് എന്ന് പറയുന്ന വൈസ് ചെയർമാൻ. CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. അപ്പോൾ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ഇനി CEO ആരാണ്?
BVR സുബ്രഹ്മണ്യം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് മക്കളെ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? നമുക്കറിയാം തൃശ്ശൂരാണ് റോഡ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. കുതിരാൻ തുരങ്കം, ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ടും നമ്മൾ പറയേണ്ട. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എക്സാമിന് തൊട്ട് മുന്നേ നടത്തിയ ഒരു കറണ്ട് അഫയേഴ്സിൽ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി പറഞ്ഞു പോയതാണ്. പക്ഷെ അങ്ങനെ തന്നെ എന്ത് ചെയ്തേണ്ട ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് ഏതെന്ന് പറയുന്നത്? കുതിരാൻ തുരങ്കം. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം. ദക്ഷിണേന്ത്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കമാണ് ഏതെന്ന് പറയുന്നത്? കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത്. ഇനി കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയാണ് NH 544 കൊച്ചി സേലം. ഓക്കെ, അപ്പോൾ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയ പാത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH 544 ആണ്. കൊച്ചി സേലമാണ് എന്ത് ചെയ്യുന്നത്, ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 945 മീറ്റർ ആണ് കുതിരാൻ തുരങ്കത്തിന്റെ എന്തെന്ന് പറയുന്നത് നീളം. വീതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 945 മീറ്റർ നീളവും വീതി 14 മീറ്റർ ആണ് വീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുതിരാൻ തുരങ്കത്തിന്റെ നീളം 945 മീറ്ററും വീതി 14 മീറ്ററുമാണ്. കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് 2 കമ്പനികൾ ചേർന്നാണ്. അതിൻ്റെ അകത്ത് പ്രകൃതി കൺസ്ട്രക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് പ്രകൃതി കൺസ്ട്രക്ഷനും, എന്നാൽ രണ്ടാമത്തെ ഘട്ടം നിലവിൽ ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KMC ഗ്രൂപ്പാണ് അവസാന ഘട്ടം. അപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നിലവിൽ കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. അപ്പോൾ ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതി കൺസ്ട്രക്ഷൻ ആണ് ആദ്യ സെക്ഷനിൽ, രണ്ടാമത്തെ സെക്ഷനിൽ KMC ഗ്രൂപ്പാണ് രണ്ടാമത്തെ സെക്ഷനിൽ വന്നത്. ഇനി കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2014. കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീച്ചി വാഴായിനി വന്യസങ്കേതത്തിലൂടെയാണ് കുതിരാൻ തുരങ്കം കടന്നു പോകുന്നത്. അപ്പോൾ കുതിരാൻ തുരങ്കം കടന്നു പോകുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? നമ്മുടെ എന്താണ് പീച്ചി വാഴായിനി വന്യജീവി സങ്കേതത്തിലൂടെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പറഞ്ഞത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കം. ദക്ഷിണേന്ത്യയിലെ ഏക ഇരട്ടക്കുഴൽ തുരങ്കമാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്ന ദേശീയപാത ഏതാന്ന് ചോദിച്ചാൽ NH 544 കൊച്ചി സേലം. കുതിരാൻ തുരങ്കത്തിന്റെ നീളം ചോദിച്ചാൽ 945 മീറ്റർ നീളവും അതേപോലെ 14 മീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല 2 കമ്പനികളാണ് ഏറ്റെടുത്തത് വഹിച്ചത്. ഒന്ന് പ്രകൃതി കൺസ്ട്രക്ഷൻ ആദ്യഘട്ടത്തിലും അതേപോലെ തന്നെ എന്താണ് KMC ഗ്രൂപ്പാണ് അവസാന ഘട്ടവും. കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2014. കുതിരാൻ തുരങ്കം കടന്നു പോകുന്ന വന്യജീവി സങ്കേതം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതേതാണ്? പീച്ചി വാഴായിനി വന്യജീവി സങ്കേതമാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വരുന്നത് നമുക്കറിയാം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർജിച്ചതിൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. അന്ന് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചതാണ്. പക്ഷെ നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സിൽ അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻ്റ് ആണെന്നും വിചാരിച്ച് നമ്മൾ പഠിക്കാതിരുന്നതാണ്. പക്ഷെ PSC എന്ത് ചെയ്തു? വളരെ ഗംഭീരമായിട്ട് തന്നെ ചോദിച്ചു. ഉത്തരം എന്ന് പറയുന്നത് മാലിദ്വീപാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് സീരീസിൽ വെറുതെ ഓടിച്ചു പറഞ്ഞു പോയതാണ്. പക്ഷെ ഇത്രത്തോളം എന്താണ് ഇത് വരും എന്നുള്ള പ്രതീക്ഷയിലൊന്നും പറഞ്ഞല്ല. പക്ഷെ എന്ത് ചെയ്തു? അത് വന്നു. ഓക്കെ, അപ്പോൾ മാൽദീവ്സ് ബാൻസ് ഇസ്രായേൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഓവർ വാർ ഇൻ ഗാസ. ഓക്കെ, ദ ഇന്ത്യൻ ഓഷ്യൻ ആർക്കിയോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി ഞാൻ പറയണ്ട. എന്താണ് അപ്പോൾ നിലവിൽ എന്താണ് ഏത് രാജ്യമാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ട് സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? മാലിദ്വീപാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യ L1 അതേപോലെ തന്നെ ചന്ദ്രയാൻ 3 ഇല്ലാത്ത PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ കാണാനില്ല. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ. എന്തായാലും നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ കറണ്ട് അഫയേഴ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്? ആദിത്യ L1 അരിച്ചു പറക്കി എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ക്ലാസ് ചെയ്തേക്കുന്നതാണ്. അതേപോലെ തന്നെ ചന്ദ്രയാന്റെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1.
വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. ഞാൻ അന്ന് പറയുന്നുണ്ട് സെപ്റ്റംബർ 2 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്, ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ 2 എന്നൊക്കെ പറഞ്ഞാണ് ആ പോയിന്റ്സ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു പോയത്. പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി, മിഷൻ ഡയറക്ടറാണ് SR ബിജു. ഓക്കെ, അപ്പോൾ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-ആണ്. പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് നിഗർ ഷാജിയാണ്. എന്തിൻ്റെ ആദിത്യ L1 എന്ന് പറയുന്ന പ്രൊജക്റ്റിന്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് ഈ പേടകം എത്തുന്നത്. എന്താണ് ആ ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഈ പേടകം എത്തുന്നത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലക്യാൻ പോയിന്റ്, അതായത് L1 എന്നാണ് അതിനെ പറയുന്നത്, അതിനു ചുറ്റുമുള്ള ഹാലോ ഭ്രമണത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ഈ ആദിത്യ L1 എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലക്യാൻ പോയിന്റ് L1-ന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നാണ് പദ്ധതി. ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2014 ജനുവരി 6-നാണ്. ഓക്കെ, ലക്ഷ്യസ്ഥാനത്ത് 2024 ജനുവരി 6-നാണ് എത്തുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 2024 ജനുവരി 6-നാണ് എന്ത് ചെയ്തത്, ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. 2024 ജൂലൈ 2-ന് ആദിത്യ L1 ഹാലോ ഓർബിറ്ററിൽ ആദ്യ ഭ്രമണം പൂർത്തിയായി. അപ്പോൾ 2024 ജൂലൈ 2-ന് എന്താണ് ആദിത്യ L1 ഹാലോ ഓർബിറ്ററിലെ ആദ്യ ഭ്രമണം പൂർത്തിയാവുകയാണ്. ഓക്കെ, 178 ദിവസം എടുത്താണ് ആദ്യത്തെ എന്താണ് ഈ പറയുന്ന ഹാലോ ഓർബിറ്ററിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത്. ഓക്കെ, 178 ദിവസമാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തത്. നമുക്കറിയാം 7 പേലോഡുകളാണ് ഏതിനുള്ളത്, ആദിത്യ L1-നുള്ളത് 7 പേലോഡുകളാണ്. അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, അതായത് വെൽക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ വെൽക്ക്, അതായത് സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ എന്താണ് ഭേദിച്ച് അല്ലെങ്കിൽ കൊറോണയെ കുറിച്ച് പഠിക്കാനാണ് എന്ത് പറയുന്നത്, വെൽക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്തതാണ് സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, അതായത് സൂട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് സൂട്ട് എന്നതാണ് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. ഓക്കെ, അതായത് ആക്സ്പെക്സ് എന്ന് പറയുന്നത് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആക്സ്പെക്സ്. അടുത്തത് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ, പാപ്പ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു പോയേക്കുന്നതാണ്. സൗരവാതകങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പാപ്പ എന്ന് പറയുന്നത്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. അടുത്തതാണ് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, സോൾസെക്സ് എന്ന് പറയുന്നത്, സോളെക്സ് എന്ന് പറയുന്നത്, അതായത് ഹൈ എനർജി L1 ഓർബിറ്റർ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഹീലിയോസ്, അതായത് സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഹീലിയോസ് എന്ന് പറയുന്നത്. മറ്റേത് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ഹൈ എനർജി L1 ഓർബിറ്റർ ആണ് എക്സ്റേ. ഓക്കെ, ഇനി മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത് സൂര്യന്റെ കാന്തവലയത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത്. സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മാഗ്നറ്റോമീറ്റർ. അപ്പോൾ ഇത്രയും 7 എണ്ണവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 7 എണ്ണവും എന്ത് ചെയ്യുക, ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഏതുമായി ബന്ധപ്പെട്ട, ആദിത്യ L1-നുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ആദിത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് മക്കളെ ആദിത്യ L1 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി, മിഷൻ ഡയറക്ടർ R ബിജു. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് എവിടെയാണ്? ബാംഗ്ലൂരാണ് സ്ഥാപിച്ചത്. നമുക്കറിയാം എന്താണ് ഈ ബ്രെയിൻ ഹെൽത്ത് സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടന ചടങ്ങിലെ ഒരു ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്.
അപ്പോൾ റിഫ്ലക്ഷൻ വിത്ത് റോബിൻ എന്നതാണ് ഈ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ആ ഒരു ചിത്രത്തിൽ കാണുന്നത്. ഇത് ബാംഗ്ലൂരിലെ എന്താണ് വേൾഡ് ബ്രെയിൻ ഡേയുടെ അന്നാണ് ഹെൽത്ത് മിനിസ്റ്റർ ഡോക്ടർ കെ സുധാകരനാണ് ഈ ഒരു നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഇത് കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ ജയനഗർ ജനറൽ ഹോസ്പിറ്റലിലാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജയനഗർ ജനറൽ ഹോസ്പിറ്റലിലാണ്. ആരാണിത് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുധാകർ ആണ്. ഓക്കെ, ഡോക്ടർ കെ സുധാകർ ആണ്. അതായത് ഹെൽത്ത് മിനിസ്റ്റർ സുധാകർ, ഡോക്ടർ കെ സുധാകർ ആണ് ഇത് എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഏത് രാജ്യമാണ്? ദക്ഷിണ കൊറിയ. 2023 ഫിഫ U17 വേൾഡ് കപ്പ് വാസ് 19th എഡിഷൻ ഓഫ് ഫിഫ U17 വേൾഡ് കപ്പ്. എന്താണ് ഇതിൻ്റെ ഫുട്ബോൾ ടൂർണമെന്റ് കണ്ടസ്റ്റ് അത് ഓക്കെ. ഇതിൻ്റെ എവിടെയാണ് ഇത് ഹെൽഡഡ് ബൈ? എവിടെയാണ്? ഇന്തോനേഷ്യ. ഓക്കെ, ദിസ് വാസ് ഫസ്റ്റ് ടൈം ദാറ്റ് ഇന്തോനേഷ്യ ഹോസ്റ്റഡ് എ ഫിഫ ടൂർണമെന്റ്. അപ്പോൾ ഇന്തോനേഷ്യയിൽ വെച്ച് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മത്സരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2023 17 ഫിഫ ലോകകപ്പിന് എന്താണ് ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? അത് ഇന്തോനേഷ്യയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അദാനി പോർട്ടാണ് ഇത് നിർമ്മിക്കാനുള്ള ചുമതലയുള്ള കമ്പനി എന്ന് പറയുന്നത്. എന്നാണ് നിർമ്മാണം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 2015 ഡിസംബർ 5 നിർമ്മാണം ആരംഭിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ട മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന തുറമുഖ പദ്ധതിയാണ് ഈ പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന തുറമുഖ പദ്ധതി. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരത്താണ് ഈ പറയുന്ന വിഴിഞ്ഞം സീപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത് 24 മീറ്റർ. ഓക്കെ, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ഷൻഹുവ 15 ചൈനയുടെ കപ്പലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഷെൻഹുവ 15 ചൈനയുടെ കപ്പലാണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അത് ഷെൻഹുവ 29 ചൈനയുടെ, രണ്ടും ചൈനയുടെ കപ്പലാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ അത് ഷെൻഹുവ 15 ചൈനയുടെയാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ അത് ഷെൻഹുവ 29, അതും ആരുടെ തന്നെയാണ്? ചൈനയുടെ തന്നെ കപ്പലാണ്. വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ 3ാം ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം കരാറിൽ അതിൻ്റെ അകത്തും അഴിമതി ഉണ്ട്. അപ്പോൾ ആ അഴിമതിനെ കുറിച്ച് പഠിക്കാനായിട്ട് 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. അതിൻ്റെ അകത്തെ ആളാണ് ആരെന്ന് പറയുന്നത് ചെയർമാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ, CN രാമചന്ദ്രൻ നായർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ മാനേജ്മെന്റ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ദിവ്യ S അയ്യർ ആണ്. ഓക്കെ, അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ മാനേജ്മെന്റ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ദിവ്യ S അയ്യർ ആണ്. ഓക്കെ, അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ S അയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ഈ പറയുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്നാണ് ഉദ്ഘാടനം? 2023 ഒക്ടോബർ 15 എന്നാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2015 ഡിസംബർ 5-നാണ് ഇതിന്റെ എന്ത് ചെയ്തത്, പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അന്ന് തറക്കല്ലിട്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ചൈനയിൽ നിന്നും വന്ന 2 കപ്പൽ ഷെൻഹുവ 15 ഷെൻഹുവ 29 രണ്ടും ചൈന കപ്പലാണ്, ഓർത്തു വെച്ചോ. അതായത് അന്താരാഷ്ട്ര പാതയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏകദേശം 24 മീറ്റർ ആണ് ഇതിന്റെ തുറമുഖത്തിന്റെ സ്വാഭാവിക എന്തെന്ന് പറയുന്നത്, ആഴം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ല എപ്പോഴും ചോദിക്കാൻ ഇപ്പോഴും ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിന്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെയും ഭാഗമായിരുന്ന എത്ര ഹെക്ടറാ? 12,718.5095 അങ്ങനെ തന്നെ വായിക്കാം. ഇത് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 12,718.5095 ഹെക്ടർ ഭരണ സൗകര്യത്തിനായി എന്ത് ചെയ്യാണ്, ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് എന്ത് ചെയ്തത്, നിലവില് ഇടുക്കി എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഇടുക്കി ജില്ല ഇന്ന് എന്ത് ചെയ്യാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറുകയാണ് ഇടുക്കി ജില്ല. ഇടുക്കിയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 4,612 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കിയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. 4,612 ചതുരശ്ര കിലോമീറ്റർ. 2-ാം സ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടും. 3-ാം സ്ഥാനം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-ാം സ്ഥാനം ആർക്കാ? അത് മലപ്പുറത്തിനും. 4-ാം സ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരും. 5-ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്യാണ്, എറണാകുളവും മാറിയിരിക്കുകയാണ്. ഇന്ന് എറണാകുളത്തിന്റെ എത്ര വിസ്തീർണമാണ് എറണാകുളത്തിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 2,924 ചതുരശ്ര കിലോമീറ്റർ ആണ് എറണാകുളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, LDCക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ട, LD എക്സാമിൽ തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഇങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം ആ ചോദ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്നും എങ്ങനെയൊക്കെ ചോദിച്ചാലും, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഇനിയും കറണ്ട് അഫയേഴ്സ് സീരീസ് ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ PDF നോട്ട് ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. ഒന്ന് പോയി വായിക്കാൻ കൂടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം പതിയുന്നതായിരിക്കും. കാരണം അത്രത്തോളം റിപ്പീറ്റ് അടിച്ചാണ് ഓരോ കാര്യവും പറഞ്ഞു പോയിരിക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.